വധശിക്ഷ വിധിക്കുന്നു എന്ന് സ്ഥാപിക്കാൻ വേണ്ടി കൃത്യമായി തന്നെ കാര്യങ്ങൾ അദ്ദേഹം എണ്ണി പറയുന്നുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഷാരോണിന്റെ അച്ഛനും അമ്മയും ആദ്യം കോടതിക്ക് ഉള്ളിലേക്ക് വിളിച്ചു വരുത്തുന്നു. അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അകത്തേക്ക് വരാൻ വേണ്ടി ജഡ്ജ് ആവശ്യപ്പെടുന്നു. ജഡ്ജ് ആവശ്യപ്പെട്ട് അവർ കോടതിക്ക് ഉള്ളിലേക്ക് എത്തിച്ചേരുന്നു. 586 പേജുള്ള വിധിന്യായമാണ് താൻ പറയാൻ പോകുന്നതെന്ന് അദ്ദേഹം കൃത്യമായി തന്നെ വ്യക്തമാക്കി. പോലീസിനെ അഭിനന്ദിച്ചുകൊണ്ടായിരുന്നു ഇതിന്റെ വിധി പ്രസ്താവം ആരംഭിച്ചത്. അതിസമർത്ഥമായിട്ടാണ് കേരള പോലീസ് ഈ അന്വേഷണം നടത്തിയത്. മാറിയ കാലത്തിനനുസരിച്ചുള്ള അന്വേഷണം തന്നെയാണ് നടത്തിയത്. ഒരു ഉദ്യോഗസ്ഥന്റെ പേര് താൻ എടുത്തു പറയുന്നില്ല. എൻറ്റയർ പോലീസ് സംവിധാനത്തിന് താൻ അഭിനന്ദനം രേഖപ്പെടുത്തുന്നു എന്ന് കൃത്യമായി തന്നെ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഇതൊരു സെൻസേഷണൽ കേസായിരുന്നു, മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന കേസായിരുന്നു. പക്ഷേ മാധ്യമ വാർത്തകൾ നോക്കിയല്ല താൻ ഈ ജഡ്ജ്മെന്റ് എഴുതുന്നത് എന്ന് അദ്ദേഹം കൃത്യമായി തന്നെ വിധിന്യായത്തിലും പറഞ്ഞു വെച്ചിട്ടുണ്ട്. തനിക്കെതിരായ തെളിവുകൾ താൻ തന്നെ ചുമന്ന് നടക്കുകയാണെന്ന് പ്രതിക്കറിയില്ലായിരുന്നു എന്നുള്ളതായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വാചകം. ഇതിന്റെ മൊബൈൽ ഫോണിലടക്കം കൃത്യമായ എല്ലാ തെളിവുകളും ഉണ്ടായിരുന്നു. അത് താൻ തന്നെ തനിക്കെതിരായ തെളിവുകൾ കൊണ്ടു നടക്കുന്നുവെന്ന് ഗ്രീഷ്മയ്ക്ക് അറിയില്ലായിരുന്നു എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ജ്യൂസ് ചലഞ്ച് നടത്തിയതിന് തെളിവുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. IPC 307 അതായത് വധശ്രമം പോലീസ് ഇത് ഈ വകുപ്പിൽ ചുമത്തിയിട്ടില്ല, ഗ്രീഷ്മയ്ക്കെതിരെ ചുമത്തിയിട്ടില്ല. പക്ഷേ ജഡ്ജി കൃത്യമായി തന്നെ പറഞ്ഞു IPC 307 വധശ്രമം ഈ കേസിൽ തെളിഞ്ഞിട്ടുണ്ട്. പക്ഷേ പോലീസ് ഇത് ചാർജ് ചെയ്തിട്ടില്ല. പക്ഷേ വധശ്രമം നടത്തിയതായി കൃത്യമായി തന്നെ തനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് പറയാതെ തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. എനിക്ക് തൃപ്തിയാണ്. ബഹുമാനപ്പെട്ട നീതിന്യായ കോടതിക്ക് 1000 നന്ദി അർപ്പിക്കുന്നു. മാതൃകാപരമായ ഒരു ശിക്ഷാവിധിന് ബഹുമാനപ്പെട്ട നീതിന്യായ കോടതി നടത്തി തന്നു. എന്റെ പൊന്നുമോന്റെ, നിഷ്കളങ്കനായ എന്റെ പൊന്നുമോന്റെ നിലവിളിയാണ് ദൈവം നീതിമാനായ ജഡ്ജിൽ ഇറങ്ങി വന്നത്. ഞങ്ങൾക്ക് ഏറ്റവും ഞങ്ങൾ പ്രതീക്ഷിച്ച ഏറ്റവും വലിയ ശിക്ഷാവിധി എന്നെ കേട്ടി. അങ്ങനെ കേരളം കാത്തിരുന്ന ആ ഒരു വിധി, ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ. ഷാരോണിനെ ഇഞ്ചിഞ്ചായി കൊന്ന ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ തന്നെ കോടതി വിധിച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രീഷ്മയുടെ ആ ഒരു അഹങ്കാരം, അതായത് എനിക്ക് ചെറിയ പ്രായമേ ഉള്ളൂ, 10-14 വർഷം ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ പോലും തിരിച്ചിറങ്ങി വന്ന് എനിക്ക് ജീവിക്കാം എന്നുള്ള ആ ഒരു ഹുങ്ക് അല്ലെങ്കിൽ ഒരു അഹങ്കാരം അത് ഇതോടുകൂടി മാറിയിട്ടുണ്ട്. ഏതായാലും വധശിക്ഷയാണെങ്കിലും കുറേ നാൾ ജയിലിൽ കിടന്ന് രാഷ്ട്രപതിയുടെ മുമ്പിൽ വരെ ദയാഹർജിയുമായിട്ട് പോകേണ്ട ഒരു അവസ്ഥയാണ്. പക്ഷേ ദയാഹർജിയായിട്ട് പോയിട്ടുണ്ടെങ്കിൽ പോലും ഇനിയുള്ള കാലം മുഴുവൻ ജയിലിൽ കിടന്ന് തീർക്കാം. എനിക്ക് എങ്ങനെയെങ്കിലും പഠിക്കണം, പഠിച്ച് നല്ലൊരാളാവണം, അല്ലെങ്കിൽ വീണ്ടും പഠിച്ച് എനിക്ക് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ഡയലോഗ് പറഞ്ഞ ഗ്രീഷ്മയ്ക്ക് കോടതി തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഷാരോണിൻ്റെ കുടുംബത്തിന് നഷ്ടപ്പെട്ടത് ഒരിക്കലും അത് തിരിച്ചു കിട്ടാത്ത ഒരു സംഭവം തന്നെയാണ്. എന്നിരുന്നാലും ഈ ഒരു വിധി അവർക്ക് ചെറിയൊരു ആശ്വാസമെങ്കിലും കൊടുക്കും. കാരണം തൻ്റെ മകനെ ഇഞ്ചിഞ്ചായി വിഷം കൊടുത്ത് കൊന്ന ഗ്രീഷ്മയെ കോടതി തക്കതായുള്ള ശിക്ഷ കൊടുത്ത് ശിക്ഷിച്ചല്ലോ എന്നുള്ളൊരു ആ ഒരു ചാരിതാർത്ഥ്യമെങ്കിലും സ്വന്തം കുടുംബത്തിന് ഉണ്ടാകും. അപ്പം കൂട്ടത്തിലുണ്ടായിരുന്ന നമ്മുടെ അമ്മാവന് 3 വർഷം മാത്രമേ തടവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചങ്ങായി ചെയ്തത് തെളിവ് നശിപ്പിക്കുക എന്നുള്ള സംഭവമാണ്. പക്ഷേ ഈ അമ്മേനെ വെറുതെ വിടുകയുണ്ടായി. അമ്മയ്ക്കെതിരെ യാതൊരു തെളിവുമില്ല എന്നുള്ളതാണ് പറയുന്നത്. പറയാൻ പറ്റില്ല, ഇനിയിപ്പം സത്യസന്ധമായിട്ടുള്ള കാര്യമാണെങ്കിൽ, പരാതിയാണെങ്കിൽ അവരെ വെറുതെ വിടുക തന്നെ വേണം. പക്ഷേ അവരും ഇതിൻ്റെ ഉള്ളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഷാരോണിൻ്റെ ചാറ്റിൽ നിന്നും നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാലും ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ കിട്ടുക എന്ന് പറയുന്നത് നമ്മളെല്ലാം കാത്തിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇതേപോലെ സ്നേഹത്തിൻ്റെ പേരും പറഞ്ഞ് ആളുകളെ പറ്റിക്കുന്ന ആണുങ്ങളാണെങ്കിലും ശരി പെണ്ണുങ്ങളാണെങ്കിലും ശരി അവർക്കുള്ളൊരു താക്കീതാണ് ഈ ഒരു ശിക്ഷ എന്ന് പറയുന്നത്. ഈ ഒരു ശിക്ഷാവിധിയിൽ ഗ്രീഷ്മ എന്തായാലും തകർന്നിട്ടുണ്ടാകും. കാരണം ഗ്രീഷ്മയ്ക്ക് ഇന്നലെ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള ആ ഒരു കത്ത് കൊടുക്കുമ്പോൾ പോലും ഗ്രീഷ്മേൻ്റെ വിചാരം പ്രായം ചെറുതാണല്ലോ, പെണ്ണാണല്ലോ, നല്ലോണം പഠിക്കുന്നതാണല്ലോ, അതുകൊണ്ട് തന്നെ ചെറിയൊരു ഇളവ് കിട്ടും എന്നാണ് ഗ്രീഷ്മ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതെല്ലാം തീർത്തു കൊടുത്തിട്ടുണ്ട്. ഗ്രീഷ്മ നിർവികാരതയോടുകൂടിയാണ് കോടതിയിൽ ഇരുന്നത് എന്നാണ് പറയുന്നത്. ഇനി എന്ത് വികാരം? ഇനി ജയിലിൽ ഇരുന്നിട്ട് ഇതേപോലെ പഴയ കാര്യങ്ങളെല്ലാം ആലോചിച്ച് അയ്യോ ഇത് ചെയ്യണ്ടായിരുന്നു, അയ്യോ ഷാരോണിന് ഒന്നും ചെയ്യാതെ വിട്ടാൽ മതിയായിരുന്നു, എന്തിനാടോ കൊല്ലാൻ വേണ്ടി നിന്നത്? നിങ്ങൾക്ക് പറ്റൂല എന്നുണ്ടെങ്കിൽ വേറെ കല്യാണം കഴിച്ച് പോയിട്ടുണ്ടെങ്കിൽ യാതൊരു പ്രശ്നമില്ലായിരുന്നു. ഓക്കെ, കുറേ നാൾ കരച്ചിലും പിടിച്ചിലെല്ലാം കാണണമെന്നല്ലേ ഉള്ളൂ. വെറുതെ ഒരു ജീവൻ നഷ്ടപ്പെടുത്താൻ വേണ്ടി നിന്നതുകൊണ്ടാണല്ലോ ഈ ഒരു ശിക്ഷ നിങ്ങൾക്ക് വിധിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് അർഹതപ്പെട്ട ഒരു ശിക്ഷ തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്.
കാരണം ഇതേപോലുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നവർക്ക് ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും നമ്മുടെ സമൂഹത്തിൽ. അതിപ്പോൾ ആൺകുട്ടികളാണെങ്കിലും ശരി, പെൺകുട്ടികളാണെങ്കിലും ശരി, അവർക്കുള്ളൊരു താക്കീതാണ് ഗ്രീഷ്മയുടെ ഈ ഒരു വിധി പ്രഖ്യാപനം എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രീഷ്മയ്ക്ക് ഇനി വീട്ടിലിരുന്നിട്ട് ഞെളിഞ്ഞ് പഠിച്ച് അല്ലെങ്കിൽ ഭാവിയിൽ 10-38 വയസ്സാകുമ്പോൾ പുറത്തിറങ്ങി സുഖമായിട്ട് ജീവിക്കാം എന്നുള്ള ആ ഒരു ചിന്ത ഇനി ജയിലിലിരുന്നു കൊണ്ട് വെറുതെ മനക്കോട്ട കെട്ടാം എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും കോടതിൻ്റെ ഈ ഒരു വിധിയിൽ എല്ലാവരും സംതൃപ്തരായിരിക്കും. പക്ഷേ നഷ്ടപ്പെട്ടത് ഷാരോണിൻ്റെ കുടുംബത്തിനാണ്. അതൊരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും തക്കതായിട്ടുള്ളൊരു ശിക്ഷ തന്നെ കൊടുത്തല്ലോ എന്നുള്ളൊരു ചാരിതാർത്ഥ്യം അല്ലെങ്കിൽ ആ ഒരു സന്തോഷത്തിൽ അവർക്ക് ഇനി മുന്നോട്ട് ജീവിക്കാം. ഷാരോണിൻ്റെ ആത്മാവിന് നീതി കിട്ടി എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു വിധിയോടുകൂടി നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ കോടതി, നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ, അതിനെക്കുറിച്ചുള്ള ഒരു വിശ്വാസമാണ് ഈ ഒരു വിധിയിലൂടെ നമുക്ക് കൂടുതൽ ആയിട്ട് കിട്ടാൻ വേണ്ടി പോകുന്നത്. എന്തായാലും ഇതേപോലുള്ള വൃത്തികേടുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്ന എല്ലാവർക്കും ഉള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഷാരോണിൻ്റെ ഈ ഒരു കൊലപാതക കേസിൽ ഗ്രീഷ്മയ്ക്ക് കൊടുത്ത ഈ ഒരു വധശിക്ഷ എന്ന് പറയുന്നത്. ഇനി എന്തായാലും എന്താണ് മുന്നോട്ട് നടക്കാൻ വേണ്ടി പോകുന്നതെന്നാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. കാരണം ഗ്രീഷ്മ എന്തായാലും മേൽക്കോടതികളിൽ പോകും. എന്നിരുന്നാലും വധശിക്ഷ എന്തായാലും അത് റദ്ദാക്കാനുള്ള യാതൊരു ചാൻസും ഇല്ല. കാരണം അത്രയ്ക്കുള്ള തെളിവുകളാണ് ഷാരോണിൻ്റെ ഫോണിൽ നിന്നും പോലീസുകാർക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം സ്നേഹിച്ച് അവസാന നിമിഷം വരെ ഞാൻ അവനെ സ്നേഹിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ നിന്നെ സ്നേഹിക്കുകയാണെന്നുള്ള ആ ഒരു തെറ്റിദ്ധാരണ പടർത്തിക്കൊണ്ടാണ് ഷാരോണിനെ മരണത്തിലേക്ക് തള്ളിവിട്ടത്. ഷാരോൺ മരണക്കിടക്കയിൽ പോലും ഈ പറയുന്ന ഗ്രീഷ്മേനെ തെറ്റിദ്ധരിച്ചിട്ടില്ല എന്നുള്ളതാണ് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം. പക്ഷെ അവസാന നിമിഷം സ്വന്തം അച്ഛനോട് ഷാരോൺ പറഞ്ഞു എന്നാണ് പറയുന്നത്. അതായത് ഗ്രീഷ്മ ചതിച്ചു എന്നാണ് തോന്നുന്നത് എന്നുള്ളത്. കാരണം അതിൻ്റെ ചാറ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവർ തമ്മിൽ സംസാരിക്കുന്നത്, അതായത് ഷാരോണും ഗ്രീഷ്മയും തമ്മിൽ സംസാരിക്കുന്ന ചാറ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ചാറ്റിൽ തന്നെ ഷാരോണിനോട് ഗ്രീഷ്മയുടെ ആ ഒരു അഭിനയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരയുന്നു, പിടിക്കുന്നു, എന്തൊരു സ്നേഹം, അവസാന നിമിഷം വരെ സ്നേഹത്തിൽ ചാലിച്ചിട്ടുള്ള ഡയലോഗുകളായിരുന്നു ഗ്രീഷ്മ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും ഈ ഒരു വിധിയിൽ ഭയങ്കര സന്തോഷമുണ്ട്. എന്തായാലും ഷാരോണിന് നീതി കിട്ടി എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഗ്രീഷ്മ ഇനി അഴിക്കുള്ളിൽ കിടന്ന് ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടന്ന് പഠിക്കട്ടെ, ജീവിതം പഠിക്കട്ടെ, ജീവൻ്റെ വില എന്താണെന്ന് പഠിക്കട്ടെ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പഠിക്കട്ടെ. ഗ്രീഷ്മയ്ക്ക് കിട്ടിയ ഈ ഒരു വിധിയിൽ എന്തായാലും ഗ്രീഷ്മയ്ക്ക് ഇപ്പം കുറ്റബോധം തോന്നാൻ ചാൻസ് ഉണ്ട്. കാരണം ഒരു തെറ്റും ചെയ്യാത്ത അല്ലെങ്കിൽ വെറും ഒരു പാവമായിട്ട് സ്നേഹിക്കുക മാത്രം ചെയ്ത ഷാരോണിനെ കൊലപ്പെടുത്തിയ ഗ്രീഷ്മ അങ്ങനെ അവസാനം വധശിക്ഷയും കാത്ത് ഇനി ജയിലിൽ കിടക്കുന്നത് നമുക്ക് കാണാം.